ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ഇജ്അൽനാ മിൻഹും വമിനല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ്സബ്ർ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ 55-ാമത്തെ അധ്യായമായ സൂറത്തുർ റഹ്മാൻ ആസ്വാദന രസം കൊണ്ടും പാരായണ ഭംഗി കൊണ്ടും ശ്രവണസുഖം കൊണ്ടും അതിൻ്റെ ആലാപന ആകർഷകമായ ആലാപന രീതി കൊണ്ടുമൊക്കെ സവിശേഷമായ ഒരു സൂറത്താണ്. ഈ സൂറത്തിന് ഖുർആനിലെ നവവധു എന്ന ഒരു വിശേഷണം കൂടിയുണ്ട്, ഒരു പേരും കൂടിയുണ്ട്. പാരായണം ചെയ്യുമ്പോഴും കേൾക്കുമ്പോഴുമൊക്കെ നമുക്ക് രോമാഞ്ചമുണ്ടാക്കുന്നതും അതേസമയം തന്നെ നമ്മുടെ ഹൃദയത്തിന് നടുക്കം ബാധിക്കുന്നതുമായ ഒരു സൂക്തമാണ്. അതിൽ 31 തവണ മനുഷ്യരെയും ജിന്നുകളെയും അഭിമുഖിച്ചുകൊണ്ട് ഒരു ചോദ്യരൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്ന പ്രസ്തുത ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുകയാണ്. 31 തവണയാണ് ചോദ്യം ആവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഏതെങ്കിലും കാര്യം ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിക്കുമ്പോൾ അതിന് വലിയ ഗൗരവമുണ്ട്, പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ആ രീതിയിൽ ആവർത്തിച്ച് പറയുന്നത്. ഇവിടെ 2, 3, 4 തവണയല്ല, മറിച്ച് 31 തവണയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ചോദ്യം ആവർത്തിച്ചിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് ഭൗതികമായ ഒരു സംവിധാനത്തിൽ നമുക്ക് ചിന്തിക്കാം, ഒരു ടീച്ചർ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, ബുക്ക് കൊടുത്തു, അത് പഠിച്ച് ചോദ്യവും കൊടുത്തു. അപ്പോൾ ബുക്കിൽ നോക്കി ചോദ്യത്തിന് ഉത്തരം എഴുതി വരാൻ വേണ്ടി പറഞ്ഞു, സമയം കൊടുത്തു 2-3 ദിവസം. പക്ഷെ ചില കുട്ടികൾ ഒരുപാട് തെറ്റുകളുണ്ടാക്കി, തെറ്റായ ഉത്തരങ്ങളാണ് നൽകിയത്. എന്ന് വെച്ചാൽ അവർ ശരിയായി അത് പഠിച്ചില്ല എന്നർത്ഥം. ബുക്ക് നോക്കി ചോദ്യത്തിന് ഉത്തരം എഴുതാനുള്ള എത്രയോ എളുപ്പമായ ആ സമയം ചെലവഴിക്കേണ്ട പണിയേ ഉള്ളൂ, അതുപോലും ചെയ്യാതെ ഉത്തരം അങ്ങനെ തെറ്റായി ഉത്തരം നൽകിക്കൊണ്ട് വന്നിരിക്കുന്ന ആ വിദ്യാർത്ഥികളോട് ടീച്ചർക്ക് എത്ര ദേഷ്യമുണ്ടാകും. അതുപോലെ ദേഷ്യപ്പെട്ടു അല്ലാഹു ചോദിക്കുന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇതുപോലെ എല്ലാ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കേണ്ട ഒരു കടമ നമുക്കുണ്ടല്ലോ. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു ഭൗതികമായ രീതിയിൽ ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്തത്. തീർച്ചയായിട്ടും അത്രയും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് കൂടി അത് വളരെ നന്ദിയോട് കൂടിയിട്ട് ആ വിദ്യാർത്ഥികൾ, ആ കുട്ടികൾ അത് പാലിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നന്ദികേട് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല 31 തവണ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടതുണ്ട്, അല്ലാഹുവേ, നിന്റെ ഒരു അനുഗ്രഹത്തെ ഞങ്ങൾ വ്യാജമാക്കുന്നില്ല, ഞങ്ങളെല്ലാം അംഗീകരിക്കുന്നു, നിനക്കാണ് സർവസ്തുതിയും. തിർമിദിയും അഹമ്മദും ഉദ്ധരിച്ച ഒരു മനോഹരമായ ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബാക്കൾക്ക് ഈ സൂറത്തുർ റഹ്മാൻ ഓതിക്കേൾപ്പിച്ചു. ഓരോ തവണയും ഈ ആയത്ത് ഓതിക്കേൾപ്പിക്കുമ്പോൾ അവരൊക്കെ മൗനം പാലിച്ചു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, ഞാൻ ഈ സൂറത്ത് ജിന്നുകൾക്ക് ഓതിക്കേൾപ്പിച്ചപ്പോൾ നിങ്ങളെക്കാൾ നല്ല മറുപടിയാണ് അവർ നൽകിയത്. ഓരോ തവണ ഞാൻ ഈ ആയത്ത് ഓതുമ്പോഴും അവർ പറഞ്ഞു, റബ്ബന, നിന്റെ ഒരു അനുഗ്രഹത്തെയും ഞങ്ങൾ വ്യാജമാക്കുന്നില്ല, നിനക്കാണ് സർവസ്തുതിയും.
അതുപോലെ നമ്മളും നന്ദിയുള്ളവരാകേണ്ടതുണ്ട്. നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്ത് ഇബ്രാഹിം അള്ളാഹു പറയുന്നുണ്ട്, എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്കതിന് കഴിയില്ല എന്ന്. സുഹൃത്ത് ഇബ്രാഹിമിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറയുന്നു, ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. ഇനി നിങ്ങൾ നിഷേധിച്ചാലോ എൻ്റെ ശിക്ഷ വളരെ കഠിനമാണ്. അതുകൊണ്ട് നന്ദിയുള്ള അടിമകളാകാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വസിഫാതിക എന്നുള്ള പ്രാർത്ഥന നമുക്കറിയാവുന്ന പ്രാർത്ഥനയാണ്. എപ്പോഴും ഉരുവിട്ടുകൊണ്ട് അള്ളാഹുവിന് സദാ നന്ദിയുണ്ടായിരിക്കാൻ, അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇനി നമ്മൾ ഈ ഒരായത്ത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ പറയണം, റബ്ബന, നിന്റെ ഒരു അനുഗ്രഹത്തെ ഞങ്ങൾ വ്യാജമാക്കുന്നില്ല, നിനക്കാണ് സർവസ്തുതിയും. ഈ ഒരു ചോദ്യം 31 തവണ അള്ളാഹു ചോദിക്കുമ്പോൾ അതൊരു ചോദ്യം മാത്രമല്ല, അത് നമ്മുടെ മനസ്സാക്ഷി ഉണർത്തലും നമുക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദിയുള്ള ദാസന്മാരാക്കി അള്ളാഹുവെ നമ്മെ മാറ്റട്ടെ. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.